മനോജ് ചേരുകയാണ്. മനോജ്, വോട്ടെണ്ണൽ ആരംഭിച്ചല്ലോ. ആദ്യ ഫലസൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ കോർപ്പറേഷനിൽ? അർജുൻ, കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ ഫലസൂചന പള്ളിയാമ്പൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് LDF സ്ഥാനാർത്ഥി ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഈ വോട്ടെണ്ണൽ മന്ദഗതിയിൽ, അതായത് ഏതാണ്ട് അരമണിക്കൂറിലധികം വൈകിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അല്പ സമയം മുമ്പ് മാത്രമാണ് ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയത്. ആകെ 5 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ 4 എണ്ണം LDF-നും 1 KP അനിതക്കും, അതായത് PK രാഗേഷിന്റെ നോമിനിയായ KP അനിതക്കും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആകെ ആ സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വോട്ടെണ്ണൽ മന്ദഗതിയിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല നഗരസഭകളുടെയും ഫലം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സ്ഥിതിയിലാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ ഒരു വൈകൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂർ കോർപ്പറേഷനിലെ ഫലസൂചനകൾ മൊത്തമായും പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഈ സ്ട്രോങ് റൂം തുറക്കുന്നതിന് വൈകിയതാണ് ഇത്തരത്തിലുള്ള ഒരു വൈകലിന് കാരണം. എന്തായാലും മൊത്തത്തിൽ കണ്ണൂർ ജില്ലയിലെ നഗരസഭകളുടെ കാര്യത്തിൽ ഇപ്പോൾ 6 LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പാനൂരിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. LDF-ന് നഗരസഭകളിൽ, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ ഇത് ഒരൊക്കെ തന്നെ ആദ്യത്തെ ഈ സൂചന എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഈ വാർഡിന്റെ നമ്പർ അനുസരിച്ചാണ് വോട്ട് എണ്ണുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ട്രെൻഡായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ, എങ്കിലും LDF-ന് നേരിയ മുൻതൂക്കം ലഭിക്കുന്ന രീതിയിലാണ് ഈ നഗരസഭയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. തളിപ്പറമ്പ് നഗരസഭയിലടക്കം LDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പാനൂരും UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അവിടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വോട്ടെണ്ണൽ കൂടി കഴിയുന്നതോടുകൂടി ഒരു മൊത്തത്തിലൊരു ട്രെൻഡ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF മുന്നിട്ട് നിൽക്കുന്നു. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും LDF മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു LDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന തലത്തിലേക്ക് പോകുന്നു. അങ്ങനെ പക്ഷേ UDF പറയുന്നത് ഇത് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി ഇതൊക്കെ മാറി മറിയും. തളിപ്പറമ്പ്, പാനൂർ ഉൾപ്പെടെയുള്ള നഗരസഭകൾ തങ്ങൾ ഉറപ്പായും പിടിക്കും, ജയിക്കും എന്ന് പറയുകയാണ് ഈ UDF നേതാക്കൾ ഇപ്പോഴും. എങ്ങനെ വോട്ടെണ്ണൽ ഈ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വൈകൽ ഉണ്ടാകുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം വൈകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് 9 മണിയോടുകൂടി സൂചനകളുടെ വന്നു തുടങ്ങും എന്നായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ട്രോങ് റൂം വൈകിയത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കൗണ്ടിംഗ് ഹാളിലേക്ക് ഈ ഏജന്റുമാരെ കടത്തിവിടുന്നതും വലിയ രീതിയിലുള്ള ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൗണ്ടിംഗ് ഏജന്റുമാരും എത്തിയതിനു ശേഷം മാത്രമേ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെ എണ്ണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വൈകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അർജുൻ.